always wanted. I've always wanted to. Always wanted. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സഫാരി ഡൈക്കോറിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ വണ്ടി നമ്മുടെ ഗ്രൂപ്പിലെ വണ്ടിയാണ്. വണ്ടിയുടെ ഓണർ അസീം അബ്ദുസലാം എന്നാണ്. ഇപ്പോൾ ഈ വണ്ടി സെയിലിനുള്ളതാണ്, അപ്പോൾ വിൽക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഡൈക്കോർ 3 ലിറ്റർ എൻജിൻ വണ്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണിത്. ഈ വണ്ടി 2006 ലാസ്റ്റ് മോഡൽ LX വേരിയൻറ്റ് 3 ലിറ്റർ എൻജിൻ വണ്ടിയാണ്. ഡുവൽ കളറ് ആർട്ടിക് സിൽവർ കളറാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഗ്രൂപ്പിലുള്ള വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത നല്ലൊരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു നല്ല മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഒരു രീതിയിലുള്ള വർക്കും കാര്യങ്ങളും പെൻഡിങ് ഇല്ല. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 1-2 ആഴ്ച കഴിയുന്നതേ ഉള്ളൂ. ഇനി അടുത്ത റിന്യൂവൽ വരുന്നത് 2026 ഏകദേശം 2026 ലാസ്റ്റിലായിരിക്കും വരിക. പിന്നെ ഇത് 3rd ഓണർ വണ്ടിയാണ്. അടൂര് രജിസ്റ്റേർഡ് വണ്ടിയാണ്. വണ്ടിയിൽ 5 അലോയ് വീലുണ്ട്. പുതിയ ടയറുകളാണ്. റിവേഴ്സ് ക്യാമറയുണ്ട്. കൂടാതെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വേറെയുണ്ട്. സ്റ്റീരിയോ പ്ലെയർ വേറെയുണ്ട്. നമുക്ക് വീഡിയോ പ്ലെയർ ഉണ്ട്. ഡുവൽ ഹോൺസ് ഉണ്ട്. എന്ന് വേണ്ട വണ്ടിയിലുള്ള എല്ലാ ഫങ്ഷനുകളും വർക്കിംഗ് ആണ്. അതായത് എല്ലാ ലൈറ്റുകൾ, ഡോർ വിൻഡോസ്, ബാക്ക് ഫ്രണ്ട് വൈപ്പറുകൾ, AC ആയിക്കോട്ടെ തുടങ്ങി കമ്പനി വണ്ടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഫങ്ഷനിങ് ആണ്, വർക്കിംഗ് ആണ്. പിന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ പുതിയ എൻജിൻ ഓയിൽ, ടൈമിംഗ് സെറ്റ് ഇപ്പോൾ അടുത്ത് മാറിയതാണ്. കൂളൻ്റ് പുതിയതാണ്. എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, അതേപോലെ പുതിയ ടർബോ ആണ്. പുതിയ ബാറ്ററിയാണ്. അതുപോലെ എൻജിൻ റൂമിലുള്ള ഒട്ടുമിക്ക പഴകിയ സാധനങ്ങളും പുതിയതാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ഭാഗത്തും യാതൊരു രീതിയിലുള്ള തുരുമ്പോ കാര്യങ്ങളോ ഇല്ല. വണ്ടിയുടെ അടിയിൽ അണ്ടർ ബോഡി കോട്ടിങ് കൂടെ ഉണ്ട്. പിന്നെ വണ്ടിയിൽ എക്സ്ട്രാ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് നല്ലൊരു ഫാൻസി നമ്പറാണ്. KL 265 എന്നാണ് നമ്പർ വരുന്നത്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് 4 ഡിജിറ്റ് വേണ്ടതുകൊണ്ട് എന്ത് ചെയ്ത് KL 26005005 എന്നാണ് എഴുതുക എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. പക്ഷേ KL 265 എന്നാണ് നമ്പർ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. ഒരു വണ്ടിയുടെ മെയിൻറ്റെയിൻഡ് ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ ഇൻറ്റീരിയർ നോക്കിയാൽ മനസ്സിലാവും. ഇൻറ്റീരിയർ അത്രക്കും കണ്ടീഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഏകദേശം ഈ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ വില ഉൾപ്പെടെ നേരിട്ട് നിങ്ങൾക്ക് ഓണറെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിക്കുക. കാരണം അതൊരു ബുദ്ധിമുട്ടാവരുത് പിന്നീട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സഫാരി ഉണ്ടെങ്കിൽ അതിപ്പം ഏത് വണ്ടിയായാലും കുഴപ്പമില്ല. സഫാരി 3 ലിറ്റർ 2.2 സ്റ്റോം, ഇനി അതല്ല TCIC ആണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സെയിലിടാം.
അതായത് നല്ല വണ്ടിയായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീന് മെയിൻറ്റെയിൻഡ് വണ്ടിയായിരിക്കണം. ഈ വണ്ടി ഞാനൊരാൾക്ക് നമ്മുടെ വ്യൂവേഴ്സിന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വണ്ടി വാങ്ങിയിട്ട് എന്നെ തെറി പറയുന്ന രൂപത്തിലുള്ള വണ്ടിയാവരുത്. വിൽക്കുന്ന നിങ്ങൾക്കും വാങ്ങുന്ന വ്യക്തിക്കും ഒരേപോലെ സാറ്റിസ്ഫൈ ആവുന്നൊരു വണ്ടിയായിരിക്കണം. അപ്പം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സഫാരി വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം നല്ല വിലക്ക് വണ്ടി വിറ്റ് പോകാനും, അതേപോലെ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീന് ഒരു പണി വരാത്ത വണ്ടി കിട്ടുക എന്നുള്ളതുമാണ്. അതുപോലെ റീസണബിൾ പ്രൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞതുപോലെ ഓണേഴ്സിനും അതേപോലെ കസ്റ്റമർക്കും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ ഉള്ളൊരു വണ്ടി സെയിൽ ഉണ്ടാവട്ടെ എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റ് ഇടാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിരുന്നു ആദ്യം. ഇപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സഫാരി ഫാൻസ് മാത്രം ആ ഗ്രൂപ്പിൽ ജോയിൻ ആവുക. സഫാരിയോട് ഇഷ്ടമില്ലാത്തവർ ദയവേത് ഗ്രൂപ്പിൽ വന്നിട്ട് ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് ഫുള്ളാക്കരുത്. കാരണം ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സഫാരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അതിലുള്ള ടോപ്പിക്സ്. അപ്പോൾ അത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ നല്ല സഫാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ. ഓക്കെ.